ഹായ് നമസ്കാരം, സൂരജാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഒരുപാട് ആൾക്കാരുടെ അഭ്യർത്ഥന പ്രകാരമുള്ള ഒരു വിഷയമാണ്. കാരണം ഇതൊരു മോട്ടിവേഷനോ അല്ലെങ്കിൽ എന്താ പറയാ വാർണിംഗ് സിഗ്നലോ ഒന്നുമല്ല. ജസ്റ്റ് ഒരു കാര്യം പലർക്കും അറിയാം, എങ്കിലും അറിഞ്ഞിട്ടും നമ്മൾ അറിയാതെ പോലെ ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ. അപ്പോൾ ഒരു ഇൻഫർമേഷൻ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇത് കല്യാണ ശേഷമുള്ള റിലേഷനാണ്. അത് ഗേളിനായിക്കോട്ടെ, ബോയ്ക്കായിക്കോട്ടെ, ആണിനായിക്കോട്ടെ, പെണ്ണിനായിക്കോട്ടെ. പലർക്കും ഇന്ന് അങ്ങനെ റിലേഷൻ ഉണ്ട്. ഒരു 99.9 ആൾക്കാരും അങ്ങനെ റിലേഷനിൽ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ 1% ആൾക്കാരെ ഞാൻ അതിൽ നിന്ന് വിട്ടു. കാരണം അങ്ങനെ അല്ലാതെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ഞാൻ വിട്ടു. പക്ഷെ ഞാൻ പറയുന്ന വിഷയം അതല്ല. ഇപ്പം അധികവും കല്യാണം കഴിഞ്ഞ സ്ത്രീകളോട് ബോയ്ക്ക് അല്ലെ പുരുഷന് ഒരു എക്സ്ട്രാ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് രണ്ടാമത് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. അത് ഈ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം അവരുടെ വർണ്ണനകളും അല്ലെ അവരുടെ എന്താ പറയാ അവരത്രത്തോളം ഇഷ്ടമാണ്, സ്നേഹമാണ്, പ്രണയമാണോ 24 ഹവേഴ്സും ഫോണിൽ വിളിച്ചോണ്ടോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ വിഡ്ഢികളാവാൻ പോവുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. കല്യാണം കഴിഞ്ഞ ഒരാളുടെ ഭാര്യ ഒരിക്കലും രണ്ടാമത് ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരിക്കലും നിങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് എന്താ പറയാ സത്യസന്ധമായ പ്രണയം ഒരിക്കലും അവിടെ സംഭവിക്കില്ല. കാരണം അവർക്ക് നിങ്ങളുടെ ശരീരത്തിനുള്ള പ്രണയം മാത്രമാണ്. അവരുടെ കാര്യം നടക്കാനുള്ള ഒരു തത്രപ്പാടും അല്ലെ അതിനുള്ള ഒരു വ്യഗ്രതയാണ് അയാൾ കാണിക്കുന്നത്. അല്ലാതെ മനസ്സ് തട്ടിയിട്ടുള്ളൊരു സ്നേഹം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല. ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ നിങ്ങളോട് എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങളോട് ചോദിക്കും ആ ഒരു ദിവസത്തിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കും ആ ദിവസത്തിന് വേണ്ടിയിട്ട്. അവിടെ എത്താൻ വേണ്ടി എത്ര വേണമെങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യാറാണ് ആണുങ്ങളുടെ ഒരു പ്രത്യേക മനസ്സ്. അതുപോലെ തന്നെ പുരുഷന്മാർ എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് നമ്മുടെ ഭാര്യമാരുടെ അടുക്കളയിലെ സ്മെല്ല് ചിലപ്പം പിടിക്കില്ല. ഭാര്യമാരുടെ ആ ഒരു ഇപ്പോഴത്തെ ലുക്ക് അവർക്ക് പിടിക്കില്ല. അപ്പൊ അവർക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും നല്ല ഡ്രസ്സ് ഇട്ട് നടക്കുന്ന, എപ്പോഴും മേക്കപ്പ് ഇട്ട് നടക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ അവർക്കും ഒരു ചെറിയൊരു വിറയലുണ്ടാവും. കാരണം എൻ്റെ ഭാര്യയെ അടുത്ത് വരുമ്പോൾ വിയർപ്പിന്റെ മണമാണ്, അവൾ അടുക്കളയിലെ മണമാണ്. എനിക്ക് അതിനേക്കാളും നല്ല പെർഫ്യൂം അടിച്ച ഒരാളെ കാണുമ്പോൾ എനിക്ക് എന്താ ഉണ്ട്, എൻ്റെ കൈ വിറച്ചുകൂടാ. അപ്പൊ അവരോട് കൂടി എനിക്കൊരു കാര്യം പറയുന്നത് വെച്ചാല്, നമ്മൾ പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഞാനിത് പറയാൻ യോഗ്യത ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ നല്ലതാണ് ഇവിടെ കാണുന്നത്, ഇവിടെ നിങ്ങൾ ഒരിക്കലും പറയരുത് ഞാൻ റെഡിയാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ? അപ്പോൾ പോകുന്ന ആൾക്കാർ പോയിക്കോട്ടെ, വരുന്ന ആൾക്കാർ വന്നോട്ടെ, അതല്ല ഇവിടെ വിഷയം. ഞാൻ ജസ്റ്റ് ഇതിന്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. ഓക്കെ? അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഒരു പെണ്ണിനെ ഒരു ബോയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട് അവർ ആ റിലേഷൻ കീപ്പ് ചെയ്യുമ്പം എന്തായാലും അത് അധികകാലം മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് എങ്ങനെയായാലും ഭാര്യ എന്ന് പറയുമ്പം ഈ നമ്മളിപ്പോൾ താലി കെട്ടിയോണ്ടോ അല്ലെ സിന്ദൂരം തൊട്ടുകൊണ്ടോ ഒന്നല്ല. നമ്മൾ ഭാര്യ എന്ന ആ പദം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ മാനസികമായ ഒരു അടുപ്പം ഉണ്ടാവും. ഭാര്യ ഭർത്തൃ ബന്ധത്തിന് ഒരു അടുപ്പം ഉണ്ടാവും. കാരണം അതൊരു ഡീപ്പ് റിലേഷനിലേക്കാണ് പോകുന്നത്. കാരണം ഭാര്യ ഭർത്തൃ ബന്ധം അത് എല്ലാവരും അവിടെ എത്തുന്നില്ല എന്നാണ് സത്യം. അപ്പോൾ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരാളുടെ ചെറിയ ചലനം മറ്റൊരാൾക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഇങ്ങനത്തെ സീക്രട്ട് ഇത്രയും പെടുത്തി പിടിക്കുന്നത്. കാരണം ഒരാളിൽ മുഴുവനായിട്ട് അയാളിലേക്ക് ലയിച്ച് ജീവിക്കുമ്പം അയാളുടെ സ്നേഹം കുറയുമ്പോഴോ അല്ലെ അയാളുടെ സ്നേഹം പുറത്തു പോകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക്, ഓപ്പോസിറ്റ് വ്യക്തിക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അതാണ് യഥാർത്ഥ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ വ്യക്തികളുടെ ഒരു ചെറിയ ചലനം നമുക്ക് പറയില്ല, നമ്മളിൽ നിന്ന് അകന്നു പോവുക അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടക്കുറവ് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അത് സ്നേഹിക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഏറ്റവും വലിയൊരു സംഭവമാണ്, കെമിസ്ട്രിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റിലേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് അപ്പം കിട്ടുന്ന സന്തോഷം അല്ലെ 10 മിനിറ്റ് നേരത്തെ സുഖം, അത് കഴിഞ്ഞാൽ അവരും നമ്മളെ വിട്ടു പോകും, ഉറപ്പാണ്. നമുക്ക് ചിലപ്പം നമ്മൾ തിരിഞ്ഞു നോട്ടം ഒരുപാട് തവണ നോക്കിയിട്ടുണ്ട് നമ്മുടെ പഴയ ലൈഫിലേക്ക്. പക്ഷെ നമുക്ക് ചിലപ്പം നമ്മൾ ഒരുപാട് ദൂരത്തെത്തിപ്പോയിട്ടുണ്ട്, നമുക്ക് തിരിച്ച് ഓടാൻ പറ്റാത്ത ദൂരത്തെത്തിയിട്ടുണ്ടോ. അപ്പം നമ്മുടെ റിലേഷനിലേക്ക് പോകുമ്പം അത് നമ്മുടെ എന്താ പറയാ അധികം ആൾക്കാർക്കും നമ്മൾ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ആവേശം കൈ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഞാൻ ആറ്റുനോറ്റൊരു മൊബൈൽ ഫോൺ വാങ്ങണം എന്ന് ആഗ്രഹിച്ചു. എനിക്ക് ഐഫോൺ 11 പ്രോ വാങ്ങിക്കണം. അപ്പൊ ആ പ്രോ വാങ്ങിക്കുന്നവരെ ഞാൻ പൈസ സൂക്ഷിക്കും, ഞാൻ അത്രയും റിസ്ക് എടുക്കും, അതിന്റെ ഫോട്ടോ നോക്കും, അതിന് ഇടക്കിടക്ക് ഞാൻ നോക്കും, അതിന്റെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ സ്വപ്നങ്ങൾ കാണും. പക്ഷെ ആ ഐഫോൺ 11 പ്രോ ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ ഉപയോഗിച്ച് 2 ദിവസം നിലത്തിട്ട് 3-ാമത്തെ ദിവസം സ്ക്രീന് പൊട്ടി, അത്രയേ ഉള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചിട്ട് അത് നമ്മളെ കയ്യിൽ കിട്ടുന്നത് വരെ മാത്രമേ അതിൻ്റെയോടുള്ള ആ ഒരു ആർത്തിയും ആവേശവും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ തണുത്ത് തണുത്ത് വരും. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. പക്ഷെ ഒരിക്കലും തണുത്ത് പോവാതെ എപ്പോഴും നല്ല ദൃഢതയോടെ നിൽക്കുന്ന ഒരു ബന്ധം, നല്ലൊരു ഉറപ്പുള്ള ബന്ധമാണ് ശരിക്കും ഭാര്യാഭർത്തൃ ബന്ധം.
പക്ഷെ അത് അവിടെ എത്തുന്നില്ല എന്നാണ് സത്യം. അപ്പം സ്ത്രീകളെ പല ടൈപ്പ്, ഏത് സ്ത്രീ ആയി കഴിഞ്ഞാലും ഒരു പരിധി കഴിഞ്ഞാൽ ഒരു 100% 75% ആൾക്കറിയും മറ്റൊരു പേഴ്സന്റെ 24 ഹവേഴ്സിലുള്ള ഇടപെടൽ. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ സ്നേഹിക്കുന്ന വ്യക്തികൾ അവരുടെ ചുറ്റുവട്ടത്ത് വേണം, അവരെ നോക്കണം, കെയർ ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും. അപ്പൊ അവരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാതെ അവർ സ്നേഹിച്ച ഭർത്താക്കന്മാർ ശ്രദ്ധിക്കാണ്ട് വരുമ്പോൾ അവർ സോഷ്യൽ മീഡിയകളോ അല്ലെങ്കിൽ അടുത്തുള്ള വീടുകളിലോ ഒക്കെ ആൾക്കാരായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഏതെങ്കിലും വ്യക്തിയുടെ കടന്നു കയറ്റം ചിലപ്പോൾ അവരെ ഒരുപാട് സന്തോഷിപ്പിച്ചേക്കാം ജീവിതത്തിൽ. അവരുടെ വിഷമമുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ ഭർത്താവിന് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മനസ്സിലാക്കി ചിലപ്പം അവൻ സംസാരിക്കുമ്പോൾ അതാണ് ലോകം അല്ലെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹമെന്ന് വരുത്തി തീർത്ത് അവന്റെ കാര്യം നടത്തി അവൻ പോകും. പക്ഷെ നിങ്ങൾക്ക് ഫൈനലായിട്ട് ഉണ്ടാകുന്ന നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതുവരെ ചിലപ്പോൾ ചെറിയ വിഷമത്തിലേക്ക് നിങ്ങൾ ജീവിച്ചിട്ടുണ്ടാവുക, പക്ഷെ അതിനേക്കാളും വലിയ വിഷമം തന്നിട്ടായിരിക്കും ആ വ്യക്തി പോവുക. പിന്നെ വർണ്ണനകൾ. ഒരാണിനറിയാം ഒരു പെണ്ണിനെ എവിടെ വർണ്ണിക്കണം, എങ്ങനെ വർണ്ണിക്കണം, അവൾ എങ്ങനെ വർണ്ണിച്ചാൽ അവൾ എൻ്റെ അടുത്തെത്തും, അവളെ എനിക്ക് വീഴ്ത്താൻ പറ്റുന്നു നന്നായിട്ട് പഠിച്ച ഒരു വ്യക്തികളാണ് ആണുങ്ങൾ. അവന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആണിനെ എങ്ങനെ വീഴ്ത്തണം, കാരണം സ്ത്രീകൾക്കറിയാം എവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു ആണിനെ വീഴ്ത്താൻ പറ്റും. അധികവും സ്ത്രീകൾക്ക് സെക്സ് വേണം എന്ന് ആഗ്രഹിച്ച് പോകുന്ന ആൾക്കാർ ഒരു 50% ആൾക്കാർ. ബാക്കി 50% ആൾക്കാരും സെക്സ് ആഗ്രഹിച്ചിട്ടല്ല, സെക്സിലൂടെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്. ആൾക്കാർ എനിക്ക് തന്ന ഭൂരിപക്ഷ ആൾക്കാർ ഇതുപോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വർണ്ണനകളും അല്ലെങ്കിൽ ഒരുപാട് നമ്മളെ കോരിത്തെറിപ്പിക്കുന്ന ഡയലോഗുകളും പറയുമ്പോൾ നമ്മൾ മലന്ന് വീണ് കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമുക്ക് വരാൻ പോകുന്നത് വലിയൊരു ദുരന്തം തന്നെയായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞ് നമ്മളെ നമ്മളിലേക്ക് മാറ്റിയെടുത്തതിന് ശേഷം ആവശ്യം കഴിഞ്ഞ് അവർ ഗുഡ് ബൈ പറഞ്ഞു പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറ്റബോധങ്ങൾ കൊണ്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാർ നമുക്കിടയിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഭൂരിപക്ഷം ആൾക്കാർക്കും സ്വന്തം ഭർത്താവ് പിണങ്ങിയിട്ടോ അല്ലെങ്കിൽ ഭർത്താവ് കൈവിട്ട് പോയിട്ടോ അല്ല വിഷമിക്കുന്നത്. ഭർത്താവ് അറിയാതുള്ള കാമുകൻ വിട്ടുപോയിട്ടും കാമുകന്റെ ഒരു ഇല്ലായ്മയാണ് അധികം ആൾക്കാർക്കും വലിയ വിഷമങ്ങളായിട്ടുള്ളത്. അത് മനസ്സിലാക്കുക ഫസ്റ്റ് ആണ്. കുറച്ച് ചിന്തിച്ച് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പെരുമാറി കഴിഞ്ഞാല് ഈ ആണുങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സുഖം കിട്ടുന്ന വരെയുള്ള ആവേശം പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അതാണ് ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടികൾ പറയാറ്. നിങ്ങൾ പ്രണയിക്കുമ്പോൾ നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ നിങ്ങൾ പ്രണയം തുടങ്ങുമ്പോൾ തന്നെ ഇപ്പം നിങ്ങൾ വേറെ റിലേഷനിലേക്ക് പോകുമ്പോൾ ബെഡിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ അവിടെ ആ ബോയ്ക്ക് അവന്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവന് ആവശ്യമില്ല, അവൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും നിങ്ങളാണ്. അപ്പോഴാണ് ഇപ്പൊ ആൾക്കാർക്കൊക്കെ എന്ന് വെച്ചാൽ അപ്പപ്പോൾ സ്പോട്ടിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ സ്പോട്ടിൽ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് അവന്റെ ജീവിതം അല്ലെ അവളുടെ ജീവിതം താൽക്കാലികമായിട്ട് മാത്രം ആസ്വദിച്ച് കളയാൻ മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് തരികിടകൾ നമുക്കിടയിൽ ഉണ്ടാവും. അതൊക്കെ നോക്കി കണ്ടും ജീവിക്കാൻ നമ്മൾ പഠിക്കുക. ഫസ്റ്റ് വൺ, നമ്മൾ പ്രണയിക്കുന്ന തെറ്റില്ല, പക്ഷെ പ്രണയം അവസാനിക്കുമ്പോൾ അതായത് പ്രണയത്തിന്റെ ആ ഒരു അവസാന ഘട്ടത്തിൽ കല്യാണത്തിലേക്ക് എത്തി കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരം മറ്റൊരാൾക്ക് നിങ്ങൾ സമർപ്പിക്കുക. അതുവരെ നിങ്ങളൊന്ന് ശ്രമിച്ചു പിടിച്ചു നോക്കുക, അയാൾ നിങ്ങളെ വിട്ടു പോകില്ല. നിങ്ങൾ പറയില്ല, ചില ആൾക്കാർക്ക് നിങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ആ വ്യക്തി നിങ്ങളോട് സെക്സിനെ പറ്റി സംസാരിക്കുന്നില്ല, ആ വ്യക്തി നാളെ നീറ്റായിട്ട് 1-2 വർഷം സംസാരിച്ച് പോകുന്നു. അപ്പം നമ്മുടെ മനസ്സ് പറയും നമുക്ക് എന്തായാലും ഇത്രയും നല്ലൊരു വ്യക്തിനെ ഞാൻ കണ്ടിട്ടില്ല, അപ്പോൾ എനിക്ക് അവനോട്ട് സെക്സ് ചെയ്യാതെ അവൻ എന്നെ വിട്ട് പോയി കളയോ എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആ ബോയ് പറഞ്ഞില്ലെങ്കിലും ഗേള് പറയും നമുക്ക് ചെയ്യണം, എനിക്ക് വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ അവസാനിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ സുഖം അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരുന്നതേ ഉള്ളൂ ഈ വിഷയം. അതുപോലെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ കല്യാണം കഴിച്ച ആൾക്കാരെ യൂസ് ചെയ്യുന്നതിന്റെ കാരണം അവർ കംപ്ലൈന്റും കൊണ്ട് പോകില്ല, നാളെ പിറകെ പോകില്ല എന്നുള്ള ഒറ്റ ഒരു ഉറപ്പുണ്ട്. കാരണം ഭർത്താവുണ്ട്, കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. അപ്പം നാളെ ഞാൻ പോയി കംപ്ലൈന്റ് കൊടുക്കൂല, ഞാൻ നാളെ അവനെ നാറ്റിക്കില്ല, കാരണം ഞാൻ നാറും, എൻ്റെ ഫാമിലി പോകും, അതുകൊണ്ട് ഞാൻ പോയി പറയില്ല. അപ്പൊ എല്ലാ വിഷമങ്ങളും സഹിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരാണ് പോയിട്ട് ഒരു പെണ്ണിനോട് പറയുന്നത് എനിക്കിതിന് ഇഷ്ടമാണ്, എനിക്കിതിന്റെ പ്രണയമാണെന്ന്. അവിടെ പ്രണയം ഇഷ്ടം ഒന്നും നടക്കുന്നില്ല, ശരീരത്തിനോടുള്ള വെറും ഭ്രാന്തമായ സ്നേഹം മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പിന്നെ എല്ലാവരും ഇതുപോലെയല്ല, ഭാര്യനും കുടുംബവും നോക്കി ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഇത് ബാധകമല്ല, ഇത് ഇപ്പം നോർമലായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഓൺലൈനിൽ ഇപ്പം പലരെയും ഈ പറഞ്ഞ പോലെ ഈ ആറഞ്ച് സ്ക്രീനിൻ്റെ ഉള്ളിൽ കാണും. ആറഞ്ച് സ്ക്രീനിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് ലോകം, ഇവന്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ്, ഇവൻ ഇങ്ങനെയാണ്, ഇവനെ കാണാൻ സുന്ദരനാണ്, സുന്ദരിയാണ്. ഈ 6 ഇഞ്ചിന് മുന്നിൽ വന്ന് നമ്മൾ 6 അടിയിലെ രൂപ നമ്മൾ കാണുന്നത്. പിന്നെ
ആരുടെ രൂപത്തിൽ നമ്മൾ ചിലപ്പോൾ സ്വഭാവം ഈ കാണുന്ന പാട്ടിലോ ബാക്ക്ഗ്രൗണ്ടിലോ ഉള്ള മ്യൂസിക് ഒന്നും ഉണ്ടാവില്ല നമ്മുടെ റിയൽ ലൈഫ്. അവർ വന്ന വഴി ഏതാണ്. അപ്പം നമുക്കിതൊന്നും അറിയില്ല. നമ്മളെന്ത് ചെയ്യും, നമ്മളൊരു ആളുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അയാൾക്കൊരു കോൺടാക്ട് നമ്പറിൽ ഹായ് മെസ്സേജ് അയക്കും. എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, കോൺടാക്ട് നമ്പർ തരാമോ? കോൺടാക്ട് നമ്പർ തന്ന് കോൺടാക്ട് നമ്പർ വിളിച്ച് നമുക്ക് കാണാൻ പറ്റുമോ? കാണും. കണ്ട് ഇപ്പം നമുക്ക് കാണുന്നത് കുറച്ച് ഹോട്ടലാക്കിയാൽ എന്താ പ്രശ്നം, കുഴപ്പമുണ്ടോ? ഇല്ല, കാണാം. ഓക്കെ, എനിക്ക് നിങ്ങൾ അത്രയും ഭ്രാന്തമായി ഇഷ്ടമാണ്. ഹോട്ടൽ റൂമിൽ പോയി എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം വിളിക്കുമ്പോൾ ആളുടെ ഡീറ്റെയിൽ അറിയും. അങ്ങനെ ഫേക്കുകൾ ഒരുപാടുണ്ട്. അപ്പം മനസ്സിലാക്കുക, കല്യാണം കഴിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളായിട്ടുള്ള റിലേഷൻ, ഫ്രണ്ട്ഷിപ്പ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ടിക്ടോക്കിലോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലോ കണ്ട വ്യക്തികളെ നേരിൽ കാണാതെ നേരിൽ അറിയാതെ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്യാൻ പോകരുത്. അത് വലിയ അബദ്ധമായിരിക്കും. കാരണം നമ്മൾ പറയുന്ന പോലെ ഒരു ബോയ്ക്ക് അവരുടെ ഇത്ര കാലത്തെ ലൈഫിനിടയിൽ ഒരുപാട് എന്താ പറയുക, ഒരുപാട് വഴികളിലൂടെ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വലിയ എന്തെങ്കിലും കേസുകളോ പ്രശ്നങ്ങളോ ഉണ്ടോ നമ്മൾ അറിയുന്നില്ല. ഇന്നത്തെ വിഡ്ഢികളായിട്ടുള്ള കുറേ സ്ത്രീകളുണ്ട്. അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഈ ഫോണിൽ കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ അത് എല്ലാവരും വീട്ടിൽ കാണിക്കുക, ടിക്ടോക്കല്ലേ, കാണാൻ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ബന്ധങ്ങൾ നാളെ നിങ്ങളെ ഊറ്റി നിങ്ങളെ ഒന്നിനും വല്ലാത്ത അവസ്ഥയിലാക്കിയിട്ട് അവർ പോകും. നിങ്ങൾക്ക് ഇത് ആരോടും പറയാൻ പറ്റില്ല, പുറത്ത് പറയാൻ പറ്റില്ല. നിങ്ങളെല്ലാം സഹിച്ച് നിങ്ങൾ ജീവിക്കേണ്ടി വരും. ഇന്നും എനിക്ക് 100-ൽ 70% ആൾക്കാർ ഇത് സഹിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ പോയി, അവരുടെ ജീവിതം പോയി. കാരണം ഹസ്ബൻഡ് ഉണ്ടല്ലോ കയ്യിൽ. ഹസ്ബൻഡ് ഉണ്ടെങ്കിലല്ലേ കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റൂ. അതുപോലെ തന്നെ അങ്ങനെ പരസ്പരം പറ്റിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ, അല്ലാതെ ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓറഞ്ച് സ്ക്രീനിലുള്ള ആൾക്കാരുടെ ഓറഞ്ച് സ്ക്രീനിൽ അയാളുടെ ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കില്ല, പറ്റില്ല അല്ലേ? 6 അടിയാണോ അല്ലെങ്കിൽ 4 അടിയാണോ 3 അടിയാണോ നമുക്കറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കുക. ഇതിനൊന്നും ഒരിക്കലും പൂർണ്ണത ഉണ്ടാവില്ല, അത് അവസാനിക്കും ഒരു ദിവസം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ.